തിരുവനന്തപുരം കഴക്കൂട്ടത്ത് റെയിൽവേ ലൈൻ ഇലക്ട്രിക് ജോലിക്കിടെ രണ്ടുപേർക്ക് ഷോക്കേറ്റു. അതിഥി തൊഴിലാളികളായ പീല റാവു, തുളസി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, എപ്പോഴായിരുന്നു അപകടം? അവർക്ക് സാരമായ പരിക്കുണ്ടോ? ദിവ്യ, ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം ഉണ്ടാകുന്നത്. ഈ റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പീല റാവു, 25-കാരനായ പീല റാവു, അതുപോലെ തന്നെ 25-കാരനായ തുളസി, ഈ രണ്ടുപേർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവരെയും ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ട് പുതിയൊരു പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു പുതുതായി സ്ഥാപിക്കാൻ ഉയർത്തിയ പോസ്റ്റ് മുകളിലുള്ള ഇലക്ട്രിക് കമ്പിയിൽ തട്ടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഷോക്കേറ്റിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് തന്നെ രണ്ടുപേരും കുഴഞ്ഞു വീഴുകയായിരുന്നു. രണ്ടുപേർക്ക് വളരെ വലിയ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരാൾക്ക് 80% പൊള്ളലും ഒരാൾക്ക് 60% പൊള്ളലും ഏറ്റിട്ടുണ്ട്. രണ്ടുപേരെയും അപ്പോൾ തന്നെ പോലീസും മറ്റവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ ചേർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരുടെയും നില കുറച്ച് ഗുരുതരം എന്ന് തന്നെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയും. ഈ റെയിൽവേ സ്പെഷ്യൽ ഇന്റലിജൻസ് വിഭാഗം സ്ഥലത്തെത്തി എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ റെയിൽവേ സംഭവത്തിൽ നിലവിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ICU ചികിത്സയിലാണ്. ദിവ്യ, തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് അപകടമുണ്ടായത്. റെയിൽവേ ലൈൻ ഇലക്ട്രിക് ജോലിക്കിടെയാണ് രണ്ടുപേർക്ക് പൊള്ളലേറ്റിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റു എന്നാണ് വിവരങ്ങൾ.